ദിനേശ് ചേട്ടാ, ചായക്കമ്മ കോഴിക്കാൽ ഉണ്ടാക്കിയിട്ടുണ്ട്, തിന്നൂലേ? ഐ കൊള്ളാലോ. കോഴിക്കാലിനോട് എന്തിട്ടാ കഴിക്കാൻ? കോഴിക്കാലും ചായയും. കോഴിക്കാല് മാത്രോ? കോഴിക്കാലും ചായയും നല്ല സൂപ്പർ ടേസ്റ്റാ. ദിനേശ് ചേട്ടനെ അറിയാത്തോണ്ടാന്ന്. എന്തിട്ട് കോമ്പിനേഷൻ ആണാവോ കോഴിക്കാലും ചായയും. 2 പൊറോട്ട വാങ്ങിച്ചാലോ? പൊറോട്ട കൂടി കോഴിക്കാല് പിടിക്കാം, ഉഷാറാവട്ടെ. മോനെത്തിയാ? ഞാൻ നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കോഴിക്കാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം കാലുമൂടെല്ലാം കഴിക്കിട്ട് വാ, നമുക്ക് തിന്നാലാ. ഐ കോഴിക്കാല് കഴിക്കാൻ എന്തിട്ടാ മൂട് കഴുകണേ? ഓരോരോ കൾച്ചറോളെ. മോനെ, കാലും മൂടും കഴുകി ഇറങ്ങിയാ? കോഴിക്കാൽ എടുക്കട്ടെ? ഡിയെ, എൻ്റെ അമ്മ പറയണ കേട്ടാ, കോഴിക്കാല് കഴിക്കാൻ മൂട് കഴുകണത്ര. കോഴിക്കാല് കഴിച്ചിട്ട് വയറ്റിന് പിടിച്ചില്ല വെച്ചാ അതിനുശേഷം മൂട് കഴുകണല്ലേ ലാഭം. എന്തെന്ന്? തേങ്ങ. എൻ്റെ അമ്മ എന്നോട് മൂട് കഴുകാൻ പറഞ്ഞു. ദിനേശ് ചേട്ടാ, മൂട് എന്ന് പറഞ്ഞ പാക്കല്ല, മുഖന്ന അർത്ഥം. നീയേ കളിക്കല്ലട്ടാ. കാലും മുഖവും കഴുകിയിട്ട് വരാനാ പറഞ്ഞേ. എൻ്റെ അമ്മയുടെ വാക്ക് കിട്ടണാണ് ആ തണുത്ത വെള്ളത്തിൽ ഞാൻ എൻ്റെ മൂട് കഴുകിയത്. മോനെ, കോഴിക്കാലും ഇവിടെ വെച്ചിട്ടുണ്ടേ. ഉവ്വ. എടുത്തു വെച്ചിട്ടാ. ഇവൻ എന്തിനാ ഈ പൊറോട്ട മേടിച്ചിട്ട് വന്നിനി? പൊറോട്ടയാ? അറിയില്ലോ. ഡിയേ, ഇതെന്തിട്ട സാധനം? കോഴിക്കാല്. ഇതാ കോഴിക്കാല്? ആ, ഇത്താ കോഴിക്കാല്? കണ്ണൂരിൽ ഇതിന് കോഴിക്കാല് എന്നാ പറയാ ദിനേശ് ചേട്ടാ, അല്ലേ അമ്മ? മോനെ, ഇത് കണ്ണൂരിലൊരു മെയിൻ പലഹാരാണ്. എന്തിട്ട് നിങ്ങളുടെ നാട്ടിലെ ഈ കോഴി ബിരിയാണി എന്ന് പറഞ്ഞ എന്തിട്ട സാധനം? എന്റെ ദിനേശ് ചേട്ടാ, ഇതൊരു ബേക്കറി സാധനമാണ്. നമ്മളെ കണ്ണൂരിലെല്ലാം ഭയങ്കര ഫേമസ് ആണിത്. എന്തിട്ടൊക്കെയാണ്? അല്ല മോനെ, മോനെന്തിനാ ഈ പൊറോട്ട മേടിച്ചിട്ട് വന്നിനി? നിങ്ങളുടെ നാട്ടിൽ ഇതിന് പൊറോട്ട എന്നാണല്ലേ വിളിക്കുക? ഞങ്ങളുടെ നാട്ടിലെ ഇത് ബീഫ് റോസ്റ്റ് ആണ്. ചിലപ്പോ ആയിരിക്കും. ഇവരെ ഭാഷ ഒന്നും ചിലപ്പോ ഒന്നും മനസ്സിലാവൂല.